ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയ്ക്ക് ശേഷം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഉദ്ധരണി സുഹൈൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ കാണാൻ സാധിക്കും. ഹിജ്റയ്ക്ക് ശേഷം 16-17 മാസങ്ങൾക്ക് ശേഷം ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരു ശഅബാൻ മാസത്തിൽ ളുഹർ നമസ്കാരാനന്തരം ആ ഖിബ്ല മാറ്റിയതായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് ആ ഖിബ്ല മാറ്റിയതായിട്ടുള്ള കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുകയാണ്, ആയത്തായിട്ട് നൽകുകയാണ്. സൂറത്തുൽ ബഖറ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ ജുസ് ആരംഭം മുതലുള്ള ആ 2 പേജ് അർത്ഥസഹിതം നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം തുടർന്നുള്ള പ്രഭാഷണം കേൾക്കുന്നതായിരിക്കും നല്ലത്. മനോഹരമായിട്ടുള്ള ആ ഭാഗം. അതിൽ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറ, തീർച്ചയായിട്ടും നാം കാണുന്നുണ്ട്. ഓ പ്രവാചകരെ, ഹബീബായിട്ടുള്ള പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും നാം കാണുന്നു. എന്താണ് കാണുന്നത്? തഖല്ലുബു വജ്ഹിക ഫിസ്സമാ, ഓ പ്രവാചകരെ, നിങ്ങളുടെ ആ മുഖം ആകാശത്തേക്ക് ഉയർന്നത് നാം കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടു കൂടെ അല്ലെങ്കിൽ ആ താല്പര്യത്തോടു കൂടെ ആകാശത്തേക്ക് മുഖമുയർത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ഞാൻ കണ്ടു, അത് ഞാൻ കാണുന്നുണ്ട്. റസൂലുള്ളാഹി നോക്കുന്ന റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലുള്ള ആ താല്പര്യം അല്ലെങ്കിൽ ആ വിഷമം, അതെല്ലാം ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലനുവല്ലിയന്നക, അതിനാൽ ഇനി മുതൽ നിങ്ങൾ തിരിയുക. എങ്ങോട്ടാണ് തിരിയാൻ പറഞ്ഞത്? ഖിബ്ലതൻ തർളാഹ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഖിബ്ലയിലേക്ക് നിങ്ങൾ തിരിയുക. ഓ പ്രവാചകരെ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ തൃപ്തിപ്പെട്ട ആ ഖിബ്ലയിലേക്ക് തന്നെ നിങ്ങൾ തിരിയുക. സുബ്ഹാനല്ലാഹ്, ഇവിടെ മനോഹരമായിട്ട് ആയത്ത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പ്രാർത്ഥിച്ചതിനാൽ അല്ലെങ്കിൽ താങ്കൾ ആവശ്യപ്പെട്ടതിനാൽ അതൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറിച്ച് തഖല്ലുബു വജ്ഹിക ഫിസ്സമാ, താങ്കളൊന്ന് ആകാശത്തേക്ക് നോക്കിയതിനാൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങളുടെ റിള കണക്കിലെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലതൻ തർളാഹ, നിങ്ങളുടെ തൃപ്തി കണക്കിലെടുത്തുകൊണ്ട് ആ ഖിബ്ല മാറ്റുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായിട്ട് പറഞ്ഞത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, റസൂലുള്ളാഹിന്റെ ആ റിള, റസൂലുള്ളാഹിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമായിട്ട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര റസൂലുള്ളാഹിക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഖാമ്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള പ്രവാചകന് നൽകിയ സ്ഥാനം, ആ ഒരു ബന്ധം, അതെല്ലാം കൃത്യമായിട്ട് ആയത്ത് കാണിച്ചു തരുന്നുണ്ട്. ചിന്തിച്ചു. അതായത് എങ്ങോട്ടാണ് ആ ഖിബ്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം മാറ്റാനുള്ള കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖിബ്ലതൻ തർളാഹ, ഓ പ്രവാചകരെ, താങ്കളുടെ തൃപ്തി പരിഗണിച്ചിട്ടുണ്ട്, ആ താങ്കളുടെ തൃപ്തി കണക്കിലെടുത്തുകൊണ്ട്, അതാ ആ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. ശേഷം ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം, അതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഒരു 16-17 മാസങ്ങൾക്ക് ശേഷം ആ ഒരു കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ളുഹർ നമസ്കാരാനന്തരം നൽകിയെന്ന് സുഹൈൽ ബുഖാരിയിലും അതേ സന്ദർഭത്തിൽ മറ്റുള്ള ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു സഅദിന്റെ തബഖാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവിടെ എന്തോ ഒരു ആവശ്യത്തിന് റസൂലുള്ളാഹി പോയി അവിടെ ളുഹർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 2-ാമത്തെ റക്അത്തിൽ ഈ ഒരു കൽപ്പന വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തന്നെ അവിടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു എന്നുള്ള ഒരു ഉദ്ധരണിയും കാണാൻ സാധിക്കും. സുഹൈൽ ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായിട്ട് വന്ന ഹദീസിൽ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ളുഹർ നമസ്കാരാനന്തരം ആ ഒരു കൽപ്പന വന്നു. വഅന്നഹു അവ്വല സ്വലാത്തിൻ സ്വല്ലാഹ സ്വലാത്തുൽ അസ്ർ, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അസ്ർ നമസ്കാരം മുതൽ റസൂലുള്ളാഹി ഖിബ്ല ആ മക്കയിലുള്ള കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നമസ്കരിച്ചത് ഒരു അസ്ർ നമസ്കാരമായിരുന്നെന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ബുഖാരിയിലുള്ള ഉദ്ധരണി പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ളുഹർ നമസ്കാരാനന്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മാറിയതായിട്ടുള്ള കൽപ്പന നൽകിയത്. ഒന്നുകിൽ ളുഹർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ളുഹർ നമസ്കാരാനന്തരം റസൂലുള്ളാഹിക്ക് കൽപ്പന ലഭിക്കുകയാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് അത് കൈമാറി. അത് കിട്ടിയ ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു പുതിയതായിട്ട് ലഭിക്കപ്പെട്ട ആ കൽപ്പന അദ്ദേഹം തൻ്റെ പ്രദേശത്തുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രദേശത്തേക്ക് പോവാണ്. ളുഹറിന് ശേഷം അസറിനോട് അടുത്ത സന്ദർഭത്തിലായിരിക്കണം അദ്ദേഹം പോയിട്ടുണ്ടാവുക. അദ്ദേഹം മദീന സിറ്റിക്ക്, അക്കാലഘട്ടത്ത് ആ മദീന സിറ്റിക്ക് പുറത്തുള്ള, ഇന്ന് മദീനയുടെ ആ സിറ്റിയിൽ തന്നെ കടന്നു വരുന്ന ബനൂ സലമക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം വസിക്കുന്നത്. അപ്പം അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. അദ്ദേഹം ആ ബനൂ സലമക്കാരുടെ ആ പ്രദേശത്തേക്ക് എത്തി. അദ്ദേഹം എത്തിയ ആ സന്ദർഭമായപ്പോഴേക്കും
അവർ അസർ നമസ്കാരം ആരംഭിച്ചിരുന്നു. അവർ അസർ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട്. മുസ്നദിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അവർ അസർ നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ റുക്കൂയിലായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉടനെ തന്നെ അവിടേക്ക് പോയി ആ പള്ളിയുടെ പിറകു വശത്ത് നിന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു ബില്ലാഹ് ലഖദ് സ്വല്ലൈതു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, അതായത് ആ ഖിബ്ല മാറിയ വിവരം, അതായത് മക്കയിലേക്ക് ആ ഖിബ്ല മാറിയിട്ടുണ്ടെന്ന് ഉള്ള വിവരം അദ്ദേഹം ഉറക്കെ പള്ളിയുടെ പിറകു വശത്ത് നിന്ന് വിളിച്ചു പറയാൻ. അത് കേട്ട ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ്, ആ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ റുക്കുയിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവർ മുഴുവൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ ദിശ തിരിയാണ്. അതുവരെ അവര് മസ്ജിദുൽ അഖ്സക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചത്. ആ വാർത്ത കേട്ട ഉടനെ തന്നെ ആ നമസ്കാരത്തിൽ വെച്ച് തന്നെ അവര് ആ മക്കയിലേക്ക് അഭിമുഖമായിട്ട് തിരിയാണ്. അതായത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇമാം അടക്കം നേരെ എതിർ ദിശയിലേക്ക് വരേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഴുവൻ ആളുകൾ അവിടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു എന്നുള്ള ഒരേ നമസ്കാരത്തിൽ തന്നെ 2 ഖിബിലക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് അവർ നമസ്കരിക്കണം. അതുകൊണ്ടാണ് ആ പള്ളി, ബനൂ സലമക്കാരുടെ ആ പള്ളി പിൻകാലഘട്ടത്ത് മസ്ജിദ് ഖിബ്ലത്തൈൻ, 2 ഖിബിലകളുടെ പള്ളി എന്നുള്ള പേരിൽ പിൻകാലഘട്ടത്ത് പ്രസിദ്ധമായി തീർന്നത്. അപ്പം